ഹൈ, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. എങ്ങനെയുണ്ട് കേട്ടറ്റ് എക്സാമിൻ്റെ പഠനങ്ങളൊക്കെ? എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു അല്ലേ? 7 തീയതി വരെ നീട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സാമിൻ്റെ ഡേറ്റ് ഒരിക്കലും എന്തില്ല, മാറ്റുകയില്ല. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ റിവിഷൻ്റെ കൂടെ ഓരോ വീക്കിലും കൃത്യമായിട്ട് റിവിഷൻ നടക്കണം. അതിൻ്റെ പുറമെ തന്നെ നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ സിലബസ് അനുസരിച്ച് കാണേണ്ട എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് കാണണം. മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ക്വസ്റ്റ്യൻസ് അത് പഠിക്കുക, അതുപോലെ ക്വസ്റ്റ്യൻസ് വരുമെന്നല്ല. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടിട്ട് പ്രധാനമായിട്ട് ചോദിക്കുന്ന, അതായത് എല്ലാ വർഷവും സ്ഥിരമായി ചോദിക്കുന്ന ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിന് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുക, അത് മനസ്സിലാകാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ നടന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥിരമായി വരുന്ന ഏരിയകൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. മാത്രമല്ല, എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് അവസാനം വരെ കാണുക. അതിന് കൂടെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. എക്സാം വരെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 6 months വാലിഡിറ്റി ഉള്ള നമ്മുടെ ലോങ് ടേം ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പഠനങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് നടക്കുന്നില്ല. അടുത്ത കേട്ടറ്റ് കൂടി എനിക്ക് എഴുതണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ലോങ് ടേം ബാച്ചിൽ ചേരാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ഷെഡ്യൂൾസുകൾ, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ആൻസർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രോഗ്രസ്സിലെത്തി. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഏതെങ്കിലും ഏരിയകൾ കൺസെപ്റ്റുകൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീര ചലനപരം, അതായത് ബോഡിലി കിനസ്തെറ്റിക്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ബോഡിലി കിനസ്തെറ്റിക് എന്നാണ്. ഏത് ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? ഇംഗ്ലീഷ് വേണമെങ്കിൽ നോക്കുക. റീത്താസ് ഇന്റലിജൻസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബോഡിലി കിനസ്തെറ്റിക്. അപ്പൊ ഈ ബോഡിലി കിനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ് ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്? ആരാണ് ഈ ഒരു കൺസെപ്റ്റ്? അതായത് ഏത് ഇന്റലിജൻസ് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഒന്നാമത്തത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഇത് ആരുടേതാണ്? രണ്ടാമത്തെ പോയിന്റ് ആണ് ഹവാർഡ് ഗാർഡ്നർ അല്ലെ? ഗാർഡ്നറുടേതാണ്. ഗാർഡ്നർ ഒരിക്കലും മറന്നു പോകരുത്. ഇത് 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസും അതുപോലെ ഹവാർഡ് ഗാർഡ്നർ. ഇത് നമുക്കറിയാം. ഇതിന്റെ തിയറികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? തിയറികളൊക്കെ ആദ്യം 9ഓളം ഇന്റലിജൻസ് തിയറി പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹം ഒന്ന് ഒഴിവാക്കിയതായിരുന്നു അല്ലെ? 9ൽ ഒന്ന് ഒഴിവാക്കി. ഏതായാലും ഇതിലുള്ള റീത്തയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ബോഡിലി കിനസ്തെറ്റിക് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് ബുദ്ധി സിദ്ധാന്തമല്ലേ? പൊതുബുദ്ധി സംബന്ധിച്ച സിദ്ധാന്തങ്ങള്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, അതുപോലെ ട്രയാർക്കിക് ബുദ്ധി സിദ്ധാന്തം, വൈകാരിക ബുദ്ധി സിദ്ധാന്തം. അപ്പൊ ഏതായിരിക്കും? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഓക്കെ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം ഏതാണ്? അപ്പൊ ഇവിടെ ദ സ്റ്റേജ് ഇൻ വിച്ച് ദ ചൈൽഡ് ലുക്സ് സെൽഫ് സെന്റേർഡ്. കുട്ടി, നമ്മൾ ഇവിടെ വികാസത്തിന്റെ ഘട്ടങ്ങളാണ് ചോദിക്കുന്നത്. ഡെവലപ്മെന്റ്, കേട്ടറ്റ് എക്സാമിന് ഏത് കാറ്റഗറി ആണെങ്കിലും ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവിടെ നോക്കൂ. സ്വയം സെൽഫ് സെന്റേർഡ് ആയിട്ട് കുട്ടി തോന്നുന്നത് അഡോളസൻസിലാണോ, ഇൻഫാൻസിയിലാണോ, ഏർലി ചൈൽഡ്ഹുഡിലാണോ, അതല്ല യൂത്തിലാണോ? എവിടെയാ വരുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണ്. എന്താണ്? ആദ്യ ബാല്യത്തിലാണ് കുട്ടി സ്വയം സെൽഫ് സെന്റേർഡ് ആയിട്ട് കുട്ടിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ
കണ്ടെത്താവുന്നത്? ഓക്കെ, ഇന്റലിജൻസുമായി അടുത്ത ക്വസ്റ്റ്യനാ വന്നേ. ഫസ്റ്റ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ചോദിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പല പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതിലൂടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുമോ? മെന്റൽ റിട്ടാർഡേഷൻ ആണോ ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുക? എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആണോ? അല്ലെ ഓൾ ഓഫ് ദി എബോവ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാവില്ലേ? കാരണം കുട്ടിയുടെ ബുദ്ധി, ഓരോ കുട്ടികളുടെയും ബുദ്ധി വ്യത്യസ്തമല്ലേ? അതുകൊണ്ട് അതിലൂടെ അത് മനസ്സിലാക്കാം. മെന്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്ദ്യം അല്ലെ, ഇന്റലിജൻസ് ടെസ്റ്റ് അല്ലേ, ബുദ്ധിമാന്ദ്യം മനസ്സിലാക്കും. എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, അതെ, കുട്ടി എന്തുകൊണ്ട് വിദ്യാഭ്യാസപരമായ പിന്നോക്ക അവസ്ഥയിലായിട്ടുണ്ട്, അവന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. സോ ഓൾ ഓഫ് ദി എബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ 3 സവിശേഷതകളിൽ പെടാത്തത്? നിങ്ങൾ മനസ്സിലാക്കുക, വികാരങ്ങളുടെ 3 സവിശേഷതകളിൽ പെടാതെ. വികാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, വ്യക്തിഗത അനുഭവം. വികാരങ്ങൾ അല്ലെ ഇമോഷണൽ, അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ്. രണ്ടാമത് നോക്കൂ, അത് ബിഹേവിയറുമായി കണക്റ്റഡ് ആണോ? അല്ലെ, ഓരോരുത്തരുടെ വികാരങ്ങൾ അവരുടെ ബിഹേവിയറുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, അടുത്തത് നോക്കൂ, അറ്റൻഷൻ അതുമായി ബന്ധപ്പെട്ടതാണോ? വികാരം, അറ്റൻഷൻ നമുക്കറിയാം, ഓർമ്മ, ശ്രദ്ധ, അതുമായി അല്ലെ, ശ്രദ്ധ അതുമായി ബന്ധപ്പെട്ടല്ലേ. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ശ്രദ്ധ എന്നുള്ളതാണ് വികാരങ്ങളുടെ സവിശേഷതപ്പെടാത്തത്. പിന്നെ ഫിസിക്കൽ റിയാക്ഷൻ, അത് വികാരങ്ങളുടെ പ്രത്യേകതയാണ് കേട്ടോ. സോ ആൻസർ ഏതാണ്? അറ്റൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ പറയുന്നവയിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത്. ലേണിംഗ് ഡിസാബിലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ലേണിംഗ് ഡിസാബിലിറ്റി അല്ലെ, അത് ചോദിക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്യുക, ഇതിന്റെ ഭാഗമായിട്ട് അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ പഠന വൈകല്യമുള്ള കുട്ടികളെ സവിശേഷത അല്ലാത്തത് നോട്ട് ചെയ്യണേ, ആണോ അല്ലേ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ എക്സാമിന്റെ ആ തിരക്കിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ അല്ലെ സവിശേഷത പെട്ടെന്ന് ഒന്നാമത് നോക്കൂ, ഡിസോർഡേഴ്സ് ഓഫ് അറ്റൻഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉൾപ്പെടുത്തുന്നു. അങ്ങനെയല്ല, അല്ലാതെ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ശ്രദ്ധാ വൈകല്യങ്ങൾ അല്ലെ, ലേണിംഗ് ഡിസാബിലിറ്റി. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, എഴുത്തിലും വായനയിലും ഡിഫിക്കൽട്ടീസ് ഇൻ സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, ബിലോ ആവറേജ് ഇന്റലക്ച്വൽ ലെവൽ, അതായത് ശരാശരിയിൽ താഴ്ന്ന ബുദ്ധി നിലവാരം. അപ്പൊ നമുക്കറിയാം, ബുദ്ധിയിലല്ല, ലേണിംഗ് ഡിസാബിലിറ്റി ബുദ്ധിയുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ എന്താണ്, എഴുത്തിലുള്ള ഡിസാബിലിറ്റി ഉണ്ട് അല്ലെ, എന്താണ് പറയാ, ഡിസ്ഗ്രാഫിയ അല്ലെ, എഴുത്ത്. അതുപോലെ തന്നെ ഡിസ്ലെക്സിയ നമ്മൾ എപ്പോഴും പറയുന്ന ലെക്സിയ, വായന അല്ലെ, വായനയിലുള്ളത്. അതുപോലെ തന്നെ ഡിസ്കാൽക്കുലിയ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്ന അല്ലെ, എന്താണ്, ലേണിംഗ് ഡിസാബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഡിസ്പ്രാക്സിയ പറയാനല്ലേ, മോട്ടോർ അതായത് ശാരീരിക ചലനങ്ങളിൽ വരുന്ന പ്രയാസങ്ങളാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ലേണിംഗ് ഡിസാബിലിറ്റി എന്നുള്ള ഭാഗം വളരെ ശ്രദ്ധയോടെ നോക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായതാ ചോദിച്ചത്, ഒക്കെ തെറ്റാണല്ലോ ചോദിച്ചത്. ഫസ്റ്റ് കണ്ടെത്തൽ പഠനം അല്ലെ, കണ്ടെത്തൽ പഠനം അത് ജെറോമസ് ബ്രൂണർ. ഇതിന്റെ ഇംഗ്ലീഷ് കൂടി നോക്കണം കേട്ടോ. എന്താണ് ഡിസ്കവറി ലേണിംഗ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഡിസ്കവറി ലേണിംഗ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്, അർത്ഥപൂർണമായ സ്വീകരണ പഠനം, ഡേവിഡ് ഓസബെൽ. അതും ശരിയാണ്, കറക്റ്റ് ആണ് മാച്ചിങ്. പിന്നെ പരീക്ഷണ പഠനം, നിരീക്ഷണം അല്ലെ, ഒബ്സർവേഷണൽ ലേണിംഗ്, നിരീക്ഷണ പഠനം. സ്കിന്നർ ആണോ? അല്ല, ഒരിക്കലും അല്ല, സ്കിന്നർ അല്ല. പിന്നെ ശ്രമപരാജയ പഠനം, EL തോണ്ടേക്ക്. അതേ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ, അത് തോണ്ടേക്കാണ്, ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം ഒബ്സർവേഷണൽ ലേണിംഗ്, നിരീക്ഷണ പഠനങ്ങൾ അല്ലെ. ബന്ദുരയുടേതാണ്, ഓക്കെ, ബന്ദുരയുടേതാണ് ഈ ഒരു കൺസെപ്റ്റ്, നിരീക്ഷണം. സ്കിന്നറൊക്കെ നമുക്കറിയാം അല്ലെ, ബിഹേവിയർസ് ആണ്. അദ്ദേഹം ഒരുപാട് എലിയില്, അതുപോലെ പ്രാവില് അല്ലെ, ഇതിലൊക്കെ പരീക്ഷണം നടത്തിയ ആളാണ് ആര്,
സ്കിന്നർ ബോക്സ് ഒക്കെ അദ്ദേഹത്തിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. സ്കിന്നർ ബോക്സ് ബിഹേവിയറിസ്റ്റ്, എന്താണ്, സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം, അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നൽകിയിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നൊഴികെ മറ്റുള്ളവയെല്ലാം ബുദ്ധി പരീക്ഷ സ്കോറിനെ സ്വാധീനിക്കുന്നതിൽ പ്രസക്തമാണ്. ഇവിടെ നോക്കൂ, ഈ പ്രാവശ്യം ചോദ്യം ഇന്റലിജൻസ് ടെസ്റ്റ് സ്കോറിനെ സ്വാധീനിക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കൂ. അക്കാഡമിക് അച്ചീവ്മെന്റ്, അല്ലേ? നമുക്കറിയാം ബുദ്ധി പരീക്ഷ സ്കോറിനെ സ്വാധീനിക്കാൻ ഒരു കുട്ടിയുടെ അക്കാഡമിക് പഠന നേട്ടം സ്വാധീനിക്കും. പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അവന്റെ സാമൂഹിക അതുപോലെ തന്നെ സാമ്പത്തിക നിലവാരം, കുട്ടിയുടെ അതിന്റെ, അല്ലെ, മനസ്സിലാവും. നമുക്കറിയാം അവന്റെ, കാരണം ഇതൊക്കെ അവനെ സ്വാധീനിക്കുന്നത് അവന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവൻ എക്കണോമിക് സാമ്പത്തിക, ദരിദ്രരായ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ആക്സസ്, അതിന്റെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറവുള്ള കുട്ടികളുണ്ട്. അതുപോലെ ഹെറിഡിറ്റി, പാരമ്പര്യവും സ്വാധീനിക്കുന്നുണ്ട്. പാരമ്പര്യം അതൊരു, നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റിനെ കുറിച്ച് പറയാറില്ലേ. അപ്പോൾ അവന്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ നാച്ചുറൽ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, എൻവയോൺമെന്റ്. അതുകൊണ്ട് അവന്റെ ചുറ്റുപാട് സ്വാധീനിക്കുന്നത് പോലെ ഹെറിഡിറ്റി സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ സ്വാധീനിക്കാത്തതാണ് ജെൻഡർ. ഒരാൾ ആണോ പെണ്ണോ അല്ലെങ്കിൽ, അല്ലെ, അങ്ങനെ ബയോളജിക്കൽ അല്ലേ പറഞ്ഞു കേട്ടോ. നമ്മൾ ജെൻഡർ ഒരാൾ എന്ത് ചെയ്യുന്ന സ്വാധീനിക്കുന്നില്ല. എല്ലാവരും ബോത്ത് ആർ ഈക്വൽ. അപ്പൊ സ്വാധീനിക്കാത്ത ഘടകം ജെൻഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധ്വനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭാഷാ വികാസ്, ചിൽഡ്രന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇതിനെക്കുറിച്ച് ഓരോരുത്തരുടെ കൺസെപ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ. നോം ചോംസ്കി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് പല എക്സാമുകൾക്കും ചോദിച്ചിട്ട്. എന്തായിരുന്നു, പറയൂ, ജസ്റ്റ് ഒന്ന് പറയൂ. ഏതാണ് ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എക്സാമിന് ഒരുപാട് വർഷത്തെ നമ്മുടെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ലാഡ് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആയിരുന്നു, അല്ലെ. എന്താണ്, ഭാഷാ വികാസത്തിൽ ജന്മനാ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു, അല്ലെ, കഴിവാണ്. അത് കുട്ടികളിൽ ഉണ്ടാവുന്ന, അതിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഭാഷാ വികാസ ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധരിപ്പിക്കുന്നതായി കുട്ടികൾ ഒറ്റവാക്കുകൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓക്കെ, സിംഗിൾ വേർഡ്സ് ഉപയോഗിക്കുന്നത്. അത് ടെലിഗ്രാഫിക് സ്പീച്ചിലാണോ, ഹോളോ ഫ്രേസിലാണോ, ഫോണറ്റിക്സിലാണോ? ഫോണറ്റിക്സും സിൻടാക്സും അല്ല. പിന്നെ ഇത് ടെലിഗ്രാഫിക് സ്പീച്ചും ഹോളോ ഫ്രേസിൽ. എവിടെ വരുന്നത്? ഒറ്റ വാക്കുകൾ ഹോളോ ഫ്രേസിലാണ് കേട്ടോ. എവിടെയാണ്? ഹോളോ ഫ്രേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതില് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ്. അപ്പൊ ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ റോൾ, ഇങ്ങനെയുള്ള ജെൻഡർ ബയാസ്, ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടെ സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ഫോർ മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ബിഹേവിയർ. എന്താണ് ജെൻഡർ റോൾ, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എന്താണ് ജെൻഡർ റോൾ. ഇവിടെ മറ്റുള്ള കൺസെപ്റ്റുകളൊക്കെ നോക്കൂ. ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കുട്ടികളെ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ് വൃത്തിയാക്കാൻ പെൺകുട്ടികളെ മാത്രമേ ഏൽപ്പിക്കുന്നു. അതേ സമയത്ത് ക്ലാസ്സിലെ ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ബോയ്സിനെ മാത്രമാക്കുന്നു. അപ്പൊ ഇത് എന്താണ് ടീച്ചർ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ടീച്ചറുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെ ജെൻഡറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഈ കുട്ടി ഏത് കളിപ്പാട്ടം കിട്ടിയാലും ഉള്ളു തുറന്ന് പരിശോധിച്ച് ചീത്തയാക്കുന്നു. കുട്ടികളുടെ ഒരു കണ്ണിലെ, ചെറിയ കുട്ടികളുടെ ഒരു വാസനയാണ് ഇതിവിടെ പറയുന്നത്. അപ്പൊ എന്നിട്ട് ചോദ്യം എന്താ? കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ്? ചോദ്യം അതാണ് കേട്ടോ. വികാസ സവിശേഷതയാണ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഉത്തരം നോക്കൂ. ആങ്സൈറ്റി ആണോ, ക്യൂരിയോസിറ്റി ആണോ, ആങ്കർ ആണോ, പ്ലഷർ ആണോ? ഏതാണ്? നമുക്കറിയാം കുട്ടികളുടെ ക്യൂരിയോസിറ്റിയാണ്, ജിജ്ഞാസയാണ്. അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുകയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്? കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട. ഈ വികാസത്തെ കുറിച്ച് ഒരുപാട് ചോദ്യം കണ്ടില്ലേ? കുട്ടികളുടെ വികാസം, അവരുടെ വൈകാരിക വികാസം. ഓക്കെ, ബ്രിഡ്ജസ് ചാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ.
പിന്നെ രണ്ടാം നോക്കൂ, ജെൻഡറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ അതിന് മുമ്പ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പിന്നെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇത് പിയാഷയുടെതൊക്കെ വരും. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പോലെ തന്നെ പിയാഷയുടെ കൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അടുത്ത ഇന്റലിജൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇന്റലിജൻസ് ചോദിക്കുന്നത് പോലെ വ്യക്തി പേഴ്സണാലിറ്റി ചോദിക്കാറുണ്ട്. പേഴ്സണാലിറ്റി എന്നുള്ള ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ലേണിംഗ് തിയറീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ബ്രൂണർ ഇമ്പോർട്ടൻ്റ് ആണ്, ഒസബെൽ ഇമ്പോർട്ടൻ്റ് ആണ്, ബന്ദുര ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിന്നർ ഇമ്പോർട്ടൻ്റ് ആണ്, തോണ്ടൈക്ക്, അതുപോലെ തന്നെ നമ്മളെ വൈഗോഡ്സ്കി അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ലേണിംഗ് ഡിസാബിലിറ്റി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോ ഏരിയകള്, മെമ്മറി അങ്ങനെയുള്ള അല്ലേ, അതുപോലെ തന്നെ ഓർമ്മയും മറവിയും, അതുപോലെ തന്നെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ ഏരിയകളൊക്കെ നിങ്ങൾ എക്സാമിനോട് അടുപ്പിച്ച് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ചുകൂടി സ്പീഡ് കൂട്ടുക. നമ്മൾ ഓരോ ദിവസവും കൃത്യമായിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നൽകും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേട്ടറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി കേട്ടറ്റ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും എജ്യൂബിൾസ് ലേണിംഗ് ഞങ്ങൾ ഇതിൻ്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ക്രാഷ് കോഴ്സ് നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ബാച്ചും റൺ ചെയ്യുന്നത്. നമ്മുടെ സ്പെഷ്യൽ ആപ്ലിക്കേഷനിലൂടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, കൂടാതെ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ക്വിസ് ചെയ്ത് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ കൃത്യമായിട്ട് SCERT കണ്ടന്റുകൾ ബേസ് ചെയ്തിട്ട് പുതിയതും പഴയതുമായ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്